ലോക കേരള സഭയുടെ മറവിൽ വീണ്ടും വൻ ധൂർത്ത്. പരസ്യ പ്രചാരണത്തിന്റെ പേരിൽ 3 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചു. നേരത്തെ 3 കോടി അനുവദിച്ചിരുന്നു. രേഖകൾ ജനം ടിവിക്ക്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും രാജീവ് ചേരുകയാണ്. രാജീവ്, സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുമ്പോഴാണ് ഒരു ഭാഗത്തെ പിണറായി സർക്കാരിന്റെ ധൂർത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ലോക കേരള സഭയുടെ മറവിലാണ് വീണ്ടും വൻ ധൂർത്ത് നടന്നിരിക്കുന്നത്, അല്ലേ? സുരേഷ്, തീർച്ചയായും രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കടമെടുക്കാനുള്ള പരിധി പോലും അവസാനിച്ചിരിക്കുന്ന അവസ്ഥ. വരും മാസങ്ങളിൽ എങ്ങനെ മുന്നോട്ട് പോകും എന്നത് ധനവകുപ്പിന് മുന്നിൽ വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും എങ്ങനെ നൽകുമെന്ന പ്രതിസന്ധിയാണ് സംസ്ഥാന സർക്കാരിന് മുന്നിലുള്ളത്. പക്ഷേ ധൂർത്തിന് മാത്രം ഇപ്പോഴും ഒരു കുറവുമില്ല എന്ന വസ്തുത നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് ലോക കേരള സഭയുടെ പരസ്യ പ്രചരണത്തിനായി വീണ്ടും പണം അനുവദിച്ചിരിക്കുന്നത്. 4ാം ലോക കേരള സഭയുടെ പരസ്യ പ്രചരണത്തിനായി 3 കോടി രൂപയ്ക്കടുത്താണ് അനുവദിച്ചിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2,84 ലക്ഷം രൂപയാണ് ലോക കേരള സഭയുടെ പരസ്യ പ്രചരണത്തിനായി കഴിഞ്ഞ ദിവസം അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ 3 കോടി രൂപ ലോക കേരള സഭയ്ക്കായി അനുവദിച്ചിരുന്നു. ഈ ലോക കേരള സഭ കൊണ്ട് എന്ത് പ്രയോജനമെന്ന ചോദ്യം പല ഘട്ടങ്ങളിലും ഉയർന്നതാണ്. 1ാം ലോക കേരള സഭയിൽ പ്രധാനമായും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പൊതുവേദി എന്നായിരുന്നു. എന്നാൽ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും ഈ ലോക കേരള സഭയിൽ ഉരുത്തിരിയുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ 3ാം ലോക കേരള സഭ തൊട്ടിങ്ങോട്ട് പ്രതിപക്ഷം ഈ ലോക കേരള സഭയുമായി സഹകരിക്കുന്നില്ല. ചില ഉന്നതരായ പ്രവാസികൾക്ക് വേണ്ടി മാത്രമാണുള്ളത് ലോക കേരള സഭ എന്ന വിമർശനങ്ങളും വളരെ ശക്തമായി ഉയരുന്നുണ്ട്. ഇതിനൊന്നും കൃത്യമായി മറുപടി പറയാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. 1ാം ലോക കേരള സഭ തൊട്ടിങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ലോക കേരള സഭയ്ക്കായി മാത്രം ഇതുവരെ 22 കോടി രൂപയ്ക്കടുത്താണ് സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും 4ാം ലോക കേരള സഭയ്ക്കായി മാത്രം 6 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ വലിയൊരു തൂർത്ത് തന്നെ ഈ വിഷയത്തിൽ തുടരുന്നു. അതേസമയം തന്നെയാണ് സാധാരണക്കാരായ പ്രവാസികൾ തിരിച്ചെത്തി ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ മറ്റും ചെയ്യുമ്പോൾ അത് പൂട്ടിക്കാനുള്ള ശ്രമമാണ് പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർക്ക് ആവശ്യമായ യാതൊരു തരത്തിലുള്ള സഹായങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികൾ വ്യാപകമായി തന്നെ പല ഘട്ടങ്ങളിലും ഉയർന്നതാണ്. അതിനൊന്നും യഥാർത്ഥ ഇടപെടൽ നടത്താൻ ലോക കേരള സഭ കൊണ്ട് കഴിയുന്നില്ല. മാത്രമല്ല ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെ എന്ന ചോദ്യം നേരത്തെ ഉയരുമ്പോഴും അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരത്തെ പല ഘട്ടങ്ങളിലും ചർച്ചയായതാണ്. വലിയ രീതിയിലുള്ള പ്രവാസികളും വൻ സമ്പത്തുള്ള പ്രവാസികളുമൊക്കെയാണ് ലോക കേരള സഭയിൽ അംഗങ്ങളായി വരുന്നത്. സാധാരണക്കാരായ പ്രവാസികളെ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. ഈ ലോക കേരള സഭയ്ക്കാണ് ഇപ്പോൾ 3 കോടി രൂപയ്ക്കടുത്ത് കൂടി അനുവദിച്ചിരിക്കുന്നത്. 3 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ സംസ്ഥാന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഷെയർ പെൻഷനുകൾ നൽകാൻ പണമില്ല. ഈ പണമില്ലാത്തതിനാൽ സഹകരണ സംഘങ്ങളുടെ കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് കടമെടുത്ത് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് നിലവിൽ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ സഹകരണ സംഘങ്ങൾക്ക് പോലും പണം ലഭിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും ഈ കൺസോർഷ്യത്തിലേക്ക് പണം നൽകാൻ തയ്യാറാകുന്നില്ല. അത് കാരണം ഈ സഹകരണ സംഘങ്ങൾക്ക് 1000 കോടി രൂപയ്ക്കടുത്തെങ്കിലും കുടിശ്ശിക നിലവിൽ സർക്കാർ വരുത്തിയിട്ടുണ്ട്. അത് ക്ഷേമ പെൻഷനുകൾ നൽകിയതാണെങ്കിലും KSRTC പെൻഷൻ നൽകിയതാണെങ്കിലും 1000 കോടി രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ കുടിശ്ശിക നിലനിൽക്കുന്നത്. അത് നൽകാതെ ഇനി പണം നൽകാൻ കഴിയില്ലെന്ന് CPM നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങൾ പോലും കൺസോർഷ്യത്തെ അറിയിച്ചിരിക്കുകയാണ്. അത് വലിയ പ്രതിസന്ധിയായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും 1000 കോടി രൂപ കണ്ടെത്താനുള്ള ശ്രമം സംസ്ഥാന സർക്കാർ തുടങ്ങിയത്. ഈ രീതിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ സംസ്ഥാനം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സർക്കാരിന്റെ ദൂരത്തിന് മാത്രം ഒരു കുറവില്ല. അത് ലോക കേരള സഭയാണെങ്കിലും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ് ആണെങ്കിലും മുഖാമുഖ പരിപാടിയാണെങ്കിലും മാത്രമല്ല PR ഏജൻസികൾക്കായി ചെലവഴിക്കുന്നതാണെങ്കിലും അതിന്റെ കണക്കുകൾ കഴിഞ്ഞ ദിവസം ജനം TV തന്നെ പുറത്തു വിട്ടിരുന്നു. ഏകദേശം 25 കോടി രൂപയ്ക്കടുത്താണ് ഈ സർക്കാർ PR ഏജൻസികൾക്ക് വേണ്ടി അല്ലെങ്കിൽ PR പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്. അതിന്റെ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ടത്. മന്ത്രിസഭയുടെ 2ാം വാർഷികം പൊലിപ്പിക്കുന്നതിന് വേണ്ടി 16 കോടി രൂപ ചെലവഴിക്കുന്നു. മാത്രമല്ല PR പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ പരിപാലിക്കുന്നതിനായി 4 കോടി രൂപയ്ക്കടുത്ത് ചെലവഴിക്കുന്നു. ഈ രീതിയിൽ ഒരു വശത്ത് ധൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് രാജു പറഞ്ഞതുപോലെ തന്നെ ഇന്നലെ ജനം TV ഇന്നലെയാണ് അത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത്. ജനം ഇങ്ങനെ പ്രതിസന്ധിയിൽ അകപ്പെട്ട് ഉഴറുമ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ പിണറായി സർക്കാരിൻ്റെ ധൂർത്ത് രാജു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിച്ഛായ നന്നാക്കാനടക്കം PR വർക്കിനടക്കം ഇങ്ങനെ കോടികൾ വാരി എറിയുന്നു. അതിന് ഒരു പഞ്ഞവുമില്ല. ഇവിടെ ക്ഷേമ പെൻഷനുകളടക്കം അവതാളത്തിലാണ്. KSRTC തൊഴിലാളികൾക്ക് ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിക്കാത്ത സാഹചര്യമാണ്. പല പദ്ധതികൾ പോലും പാതിവഴിയിൽ കിടക്കുകയാണ്. ഇവിടെയാണ് സംസ്ഥാന സർക്കാർ ഈ ലോക കേരള സഭയുടെ മറവിലടക്കം വലിയ ധൂർത്ത് നടക്കുന്നത്. ഇതിൻ്റെ പരസ്യ പ്രചാരണത്തിന് നേരത്തെ 3 കോടി അനുവദിച്ചിരുന്നു. വീണ്ടും 3 കോടിയാണ് അനുവദിച്ചത്. എന്തെങ്കിലും ന്യായീകരണം ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ടോ? പലപ്പോഴും പല പ്രഖ്യാപനങ്ങൾ നടന്നിട്ടും ഈ പദ്ധതി നടത്തിപ്പിന് പണമില്ല എന്ന് പല്ലവി ആവർത്തിക്കുന്ന ധനവകുപ്പ് ഇതിന് എല്ലാ അനുമതിയും നൽകുകയാണല്ലേ?
തീർച്ചയായും സുരേഷ് അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ചും ഈ KSRTC പെൻഷൻ മുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ മുടങ്ങുമ്പോഴോ ഒക്കെ ധനവകുപ്പിനോട് പണം ആവശ്യപ്പെടുമ്പോൾ പണം ഇല്ല എന്ന മറുപടിയാണ് പ്രധാനമായും ധനവകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. സത്യമാണ്, സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്ന കാര്യം യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം കേന്ദ്ര സർക്കാർ അനുവദിച്ച കടമെടുപ്പ് പരിധി ഈ മാസം അവസാനിക്കുന്നു. 1200 കോടി രൂപയായിരുന്നു കടമെടുക്കാൻ ശേഷിച്ചിരുന്നത്. അതുകൂടി കടമെടുത്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇനി അടുത്ത മാസം എങ്ങനെ മുന്നോട്ട് പോകും എന്നത് വലിയ പ്രതിസന്ധിയായി സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു. പക്ഷേ ദൂർത്ത് ഇങ്ങനെ യഥേഷ്ടം തുടരുന്നു എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. മാത്രമല്ല, ഈ കാരുണ്യ പദ്ധതിക്ക് പണം നൽകാത്തതിനാൽ സാധാരണക്കാരായ രോഗികൾക്ക് ചികിത്സ പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കാണ് പണം അനുവദിക്കാത്തത്. അവശ്യ മരുന്നുകൾ വാങ്ങാൻ പണമില്ല. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പലതവണ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുമ്പോഴും ആ കുടിശ്ശിക തീർക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതിന് കാരണം ധനവകുപ്പ് കൈമലർത്തുകയാണ്. പണം ഇല്ല എന്നാണ് ധനവകുപ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ പണം അനുവദിക്കുന്നതിന് ധനവകുപ്പിന് ഒരു തടസ്സവുമില്ല എന്ന വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിനൊപ്പമാണ് ലോക കേരള സഭ. ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർക്കാരിന് ഈ വിഷയത്തിലുള്ള താല്പര്യം എടുത്തു പറയണമെങ്കിൽ അതിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിദേശ സന്ദർശനത്തിന് തിരിച്ചെത്തിയ ശേഷമാണ് ലോക കേരള സഭയുടെ ആദ്യ യോഗം ചേരുന്നത്. ആ സമയം നമുക്കറിയാം സംസ്ഥാനം രൂക്ഷമായ പ്രളയക്കെടുതികൾ നേരിടുകയാണ്. തിരുവനന്തപുരം നഗരത്തിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ രൂപം കൊണ്ട് ജനങ്ങൾ ദുരിതത്തിലായ ഒരു അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരും മുഖ്യമന്ത്രി തിരിച്ചെത്തുമ്പോൾ പ്രതീക്ഷിച്ചിരുന്നത് അതുമായി ബന്ധപ്പെട്ട യോഗം ചേരുമെന്നായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം ആദ്യം വിളിച്ച യോഗം ലോക കേരള സഭയ്ക്ക് വേണ്ടിയായിരുന്നു. പിന്നീടാണ് തിരക്കിട്ട് 2 കോടി അനുവദിക്കുന്നത്, പിന്നീട് 1 കോടി കൂടി അനുവദിക്കുന്നു. അങ്ങനെ 3 കോടി രൂപയായിരുന്നു ആദ്യഘട്ടത്തിൽ അനുവദിച്ചിരുന്നത്. ഈ 3 കോടി രൂപയാണ് ലോക കേരള സഭയ്ക്ക് വേണ്ടി ആകെ അനുവദിച്ചത് എന്ന കണക്കായിരുന്നു പിന്നീട് നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയത്. എന്നാൽ കഴിഞ്ഞ ദിവസമാണ് വീണ്ടും ഈ ലോക കേരള സഭയുടെ പരസ്യ പ്രചരണത്തിനായി 3 കോടി രൂപയ്ക്കടുത്ത് അനുവദിച്ചുകൊണ്ട് സർക്കാർ വീണ്ടും ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ രീതിയിൽ ഒരു വശത്ത് വലിയ രീതിയിലുള്ള ദൂർത്ത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാനം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ ലോക കേരള സഭയ്ക്ക് പണം കണ്ടെത്തുന്നതിനോ ഒന്നും ഒരു തടസ്സവും ഇല്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. സുരേഷ്, രാജീവ് പറഞ്ഞതുപോലെ തന്നെ ഈ ലോക കേരള സഭ കൊണ്ട് എന്താണോ സർക്കാർ ലക്ഷ്യമിടുന്നത്, പക്ഷേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ആയിക്കഴിഞ്ഞാലും BJP ആയിക്കഴിഞ്ഞാലും അത്തരത്തിലുള്ള വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഒരു കാര്യവും കേരളത്തിനുണ്ടാകുന്നില്ല, മറിച്ച് സംസ്ഥാന സർക്കാരിന് ധൂർത്തടിക്കാനും മന്ത്രിമാർക്ക് ധൂർത്തടിക്കുവാനുള്ള ഒരു ഉപാധി മാത്രമാണ്, അല്ലെങ്കിൽ സ്വന്തക്കാർക്ക് കോടികളിൽ അപേക്ഷ ഉണ്ടാക്കാനുള്ള ഒരു ധൂർത്ത് മാത്രമാണ് ഇത്തരത്തിൽ ലോക കേരള സഭയുടെ നടത്തിപ്പ് എന്ന്. പക്ഷേ അത്തരത്തിലുള്ള വിമർശനങ്ങളിൽ നിന്നും മുഖവിലക്കെടുക്കാതെ ഈ ധൂർത്തുമായി മുന്നോട്ട് പോകുന്നത് എന്തിന് എന്നുള്ള ചോദ്യം കൂടി പ്രസക്തമാവുകയാണ് വീണ്ടും, അല്ലേ? ലോക കേരള സഭയുടെ മറവിലാണ് വീണ്ടും വൻ ധൂർത്ത്. പരസ്യ പ്രചാരണത്തിന്റെ പേരിൽ 3 കോടി രൂപക്കെടുത്താണ് അനുവദിച്ചത്. നേരത്തെ 3 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന്റെ രേഖകളാണ് ജനം TVക്ക് ലഭിച്ചത്. കഴിഞ്ഞ ദിവസവും ജനം TV ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ വാർത്ത പുറത്തുവിട്ടിരുന്നു. PR വർക്കിന്റെ പേരിൽ PR ഏജൻസികൾക്ക് കോടികൾ സർക്കാർ ചെലവഴിക്കുന്നു. 2ാം പിണറായി സർക്കാരിന്റെ വാർഷികത്തിനോടനുബന്ധിച്ച് പോലും 16 കോടി പൊടിപിടിക്കുന്ന ധൂർത്തിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് എന്ന് ഇവിടെ ഏറ്റവും വലിയ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട വിഷയം, സാധാരണക്കാരായ ജനങ്ങൾ നട്ടം തിരിയുമ്പോഴാണ്. പൊള്ളുന്ന വിലക്കയറ്റമാണ്. പലവ്യഞ്ജനങ്ങൾക്കടക്കം അടിക്കടി വില വർദ്ധിക്കുമ്പോഴും സംസ്ഥാന സർക്കാർ കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ സാധാരണക്കാർക്ക് ലഭ്യമാകാത്ത സാഹചര്യം, പല പദ്ധതികളും പാതി വഴിയിൽ നിൽക്കുന്ന സാഹചര്യം. വീണ്ടും രാജീവിടെ ലോക കേരള സഭ എന്നത് എന്തിന്, അതിൻ്റെ പ്രസക്തി എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസും BJPയും അടക്കം ഇത് എന്തിനനാവശ്യമായ ധൂർത്ത് നടത്തുന്നു എന്നുള്ള ചോദ്യം ആവർത്തിക്കുമ്പോഴും ഒരു ഭാഗത്ത് മന്ത്രിമാർക്ക്, സംസ്ഥാന സർക്കാരിന് പല ലാഭങ്ങൾ കൊയ്യാനുള്ള ഒരു ഇടമായി ഈ ലോക കേരള സഭ മാറുകയാണ്. ആ വിമർശനങ്ങൾ സാധൂകരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ ധൂർത്ത് പോകുന്നത്, അല്ലേ? സുരേഷ്, പ്രധാനമായും ഈ ലോക കേരള സഭ സംഘടിപ്പിക്കുക, അതിനുശേഷം ഇതിന്റെ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ലോക കേരള സഭ നടക്കുന്നത് തിരുവനന്തപുരത്താണെങ്കിൽ മേഖലാ സമ്മേളനങ്ങൾ നടക്കുന്നത് മറ്റ് രാജ്യങ്ങളിലാണ്. കഴിഞ്ഞ തവണ ഈ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് ഒന്ന് അമേരിക്കയിലായിരുന്നു, പിന്നീട് ഒന്ന് സൗദിയിലാണ് മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയിൽ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ മേഖലാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ കുടുംബസമേതം അവിടേക്ക് പോകുന്നു. ഉദ്യോഗസ്ഥരുടെ വൻ പട തന്നെ അവിടേക്ക് പോകുന്നു. ഇതിനും കോടികളാണ് ചെലവ് വരുന്നത്. ഇതിനൊപ്പം തന്നെ സൗദിയിൽ ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനം സംഘടിപ്പിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇടപെട്ട് അത് തടഞ്ഞിരുന്നു. ഇപ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. എന്തിനാണ് ഈ 6 കോടി രൂപ അനുവദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും മറ്റു കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പണം അനുവദിക്കുന്നതെങ്കിലും പിന്നീട് ഇതിനൊരു സാധൂകരണം നൽകുകയാണ്. അതായത് മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. ആ മേഖലാ സമ്മേളനങ്ങൾ ഒരുപക്ഷെ സംഘടിപ്പിക്കുന്നത് മറ്റ് വിദേശ രാജ്യങ്ങളിൽ വെച്ചാകും. ആ വിദേശ രാജ്യങ്ങളിലേക്ക് മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പോകണം. ആ പോകുന്നതിന് വേണ്ടിയുള്ള ചെലവിലേക്ക് ഇത് വകമാറ്റുകയാണ്.
പിന്നീട് ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് പിന്നീട് പുറത്തിറക്കും. അതേസമയം തന്നെ ഈ പണം ഇപ്പോൾ അനുവദിക്കുകയും ചെയ്യും. ഇതാണ് കഴിഞ്ഞ കുറെ നാളുകളായി സംസ്ഥാന സർക്കാർ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം ലോക കേരള സഭ നടത്തിയപ്പോൾ സർക്കാർ വലിയ അവകാശവാദമായി ചൂണ്ടിക്കാണിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണക്കാരായ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നതാണ്. പക്ഷേ അതിനാവശ്യമായ നടപടികളൊന്നും പിന്നീട് ഉണ്ടായില്ല. അതോടുകൂടി പ്രതിപക്ഷം ഈ ലോക കേരള സഭയോട് ഇനി സഹകരിക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിക്കുകയും BJP ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടും രണ്ടാം ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു, മൂന്നാം ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നാലാം ലോക കേരള സഭയിലേക്ക് എത്തുന്നത്. ഈ 4 ലോക കേരള സഭയുടെ ചെലവുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 22-25 കോടി രൂപയ്ക്കടുത്താണ് ചെലവഴിച്ചിരിക്കുന്നത്. ഔദ്യോഗികമായി ഇതിന്റെ കണക്കുകൾ ഇപ്പോഴും സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിട്ടില്ല.